ഉപേക്ഷിക്കട്ടെ. മകൾക്ക് എഴുതി വെക്കുന്ന ഒരു കത്തുകൂടി വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയമുള്ള ഹിൽഡിറ്റ, ഈ കത്ത് നിനക്ക് കിട്ടുന്നത് വളരെ വൈകിയായിരിക്കും. നീ എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. നിൻ്റെ പിറന്നാൾ അത് കിട്ടുന്ന ദിവസം, എഴുതുന്ന ദിവസം അവളുടെ പിറന്നാളാണ്, 66 ഫെബ്രുവരി 15. നിൻ്റെ ഈ പിറന്നാൾ ദിവസം നീ സന്തോഷവതിയായിരിക്കും. നീ ഏതാണ്ടൊരു യുവതിയായി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു കുഞ്ഞിനോടെന്ന പോലെ അതുമിതും എഴുതി അയക്കാൻ എനിക്കിപ്പോൾ സാധ്യമല്ല. ഞാനിപ്പോൾ വളരെ അകലെ ഒരിടത്താണെന്ന് നിനക്കറിയാമായിരിക്കും. ഈ പോരാട്ടത്തിൽ എൻ്റെ സംഭാവന അത്ര വലുതല്ലെങ്കിലും തീരെ ചെറുതല്ല. നിനക്ക് നിൻ്റെ അച്ഛനെപ്പറ്റി അഭിമാനിക്കാനായി വകയുണ്ടാവൂ. എനിക്ക് നിന്നെപ്പറ്റി എന്നതുപോലെ. നമ്മുടെ സമരം വളരെ ദീർഘമായ ഒന്നാണെന്നും നീ വലുതായി കഴിഞ്ഞാലും അതിനായി നിനക്ക് നിൻ്റേതായ സംഭാവന നൽകാനുണ്ടാകുമെന്നും ഓർത്തിരിക്കണം. അപ്പോഴേക്ക് നല്ലൊരു വിപ്ലവകാരിയാകാൻ നീ തയ്യാറെടുക്കണം. നിന്റെ ഈ പ്രായത്തിൽ അതിനർത്ഥം നീ നല്ല പോലെ നിന്റെ കഴിവിൻ്റെ പരമാവധി പഠിക്കുകയും നീതിക്ക് വേണ്ടി എപ്പോഴും ശബ്ദമുയർത്താൻ സന്നദ്ധയാവുകയും വേണം എന്നാണ്. അമ്മ പറയുന്നത് അനുസരിക്കണം. നീ വലിയ ആളാണെന്ന് ഭാവിക്കാതിരിക്കുകയും വേണം. അതിന് സമയം വരും. പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ കാര്യഗൗരവത്തോടെ ചെയ്യുകയും മാതൃഭൂമിയോടും വിപ്ലവത്തോടും കൂറുപുലർത്തുകയും സഖാക്കളോടെല്ലാം സഖാക്കളെ പോലെ പെരുമാറുകയും വേണം. നിന്റെ പ്രായത്തിൽ ഞാൻ അങ്ങനെയായിരുന്നില്ല. പക്ഷെ അപ്പോൾ ഞാൻ ജീവിച്ചത് മനുഷ്യർ പരസ്പരം ശത്രുക്കളെ പോലെ കടിപിടി കൂടിയ ഒരു സമൂഹത്തിലായിരുന്നു എന്ന് ഓർക്കുക. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം നിനക്ക് കൈവന്നിട്ടുണ്ട്. കളിയായി അവളെ വിളിക്കുന്ന എന്നാൽ വല്യമ്മേ നിർത്തട്ടെ. ഒരിക്കൽ കൂടി നിന്റെ ജന്മദിനാശംസകൾ. എനിക്ക് വേണ്ടി അമ്മയെയും ഗീനയെയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേക്കുക. നമ്മുടെ ഈ വേർപാടിൻ്റെ കാലമത്രയും ഓർമ്മയിരിക്കത്തക്ക വിധം ഈ എഴുത്തിലൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ എന്നെ അനുവദിക്കുക എന്ന് സ്വന്തം അച്ഛൻ.